ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എൻ്റെ ഫാമിലിയിൽ കണ്ട മോൻ എനിക്കൊന്ന് ഞാൻ കരുതി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഓർത്തു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നോർമൽ ഒരു ഫുഡിങ് ഡേ അല്ല, ഞാൻ ഡയറ്റിലാണ്. അപ്പോൾ ആ ഒരു ഡേ ഞാൻ എടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇത് കറക്റ്റായിരിക്കും കേട്ടോ. ഞാൻ കറക്റ്റായിട്ടാണ് കറക്റ്റായിട്ട് ഇന്നത്തെ ഒരു ഫുൾ ഡേ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്തൊക്കെ കഴിച്ചൊന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഓക്കെ ആവാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഐ മീൻ അമ്പുడు എന്നെ അങ്ങനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഡ്രിങ്കിൽ നിന്നാണ്. മോർണിംഗ് ഡ്രിങ്ക് വന്നിട്ട് ഉലുവ വെള്ളമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഉലുവ വെള്ളമാണ്. ഇതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉലുവ വെള്ളമല്ല, എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെള്ളമാണ്. പക്ഷേ ഇന്ന് ഉലുവയാണ് കേസ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഉലുവയൊക്കെ എപ്പോഴും നല്ലതാണ് കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ കുടിക്കട്ടെ. എനിക്ക് എൻ്റെ ഡയറ്റീഷ്യൻ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ആ ഒരു ബെനിഫിറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ആളെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന ദിവസം ഇന്ന ഡ്രിങ്ക് എടുക്കുക, ഇന്ന ദിവസം ഇങ്ങനെയൊക്കെ എടുത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവിടെ നിന്നൊരു ചാർട്ടൊക്കെ തന്ന് എന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മൂവ് ചെയ്യണം കേസ്. അപ്പം കുടിക്കാം. ഞാൻ ഒറ്റവലിയാണ് കേസ്. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ഇതുപോലൊരു സംഭവം കുടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ സ്കിപ്പ് ചെയ്തായിരുന്നു. കണ്ടിന്യൂസ് അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല. ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ മാറുമല്ലേ. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തതായിരിക്കും പിന്നെ അടുത്ത തിങ്കളാഴ്ച എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വരും. അപ്പോൾ നമുക്ക് എന്തായാലും എന്നാൽ ഇനി കഴിക്കാൻ എടുക്കാൻ പോവാം. ഓക്കെ, ഇന്ന് കഴിക്കാൻ ഞാൻ മില്ലറ്റ് ദോശയാണ്. മില്ലറ്റും ഇതും കൂടെ എന്തൊക്കെയായിരുന്നു ഞാൻ അവിടെ ചെന്ന് കാണിക്കാൻ കഴിച്ചു. അതിന് മുന്നേ ഞാൻ സ്കിൻ കെയർ ഓൺ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നേരെ അടുക്കളയിൽ പോകാം. അപ്പോൾ നമുക്കെന്നാൽ രാവിലത്തെ കഴിക്കാൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കറിക്കടല ഉണ്ടല്ലോ, കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും ഫോക്സ് സ്റ്റൈൽ മില്ലറ്റും പിന്നെ ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ നമുക്കെന്നാൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഞാൻ കടല ഉണ്ടാക്കാറുള്ളതെന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ കടലക്കറിയൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. വെറുതെ കടലയൊന്ന് ഉള്ളിമുളകൊക്കെ കുത്തി ഇടില്ലേ, അങ്ങനെ ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരായിട്ട് ഞാനിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് അവരുടെ അണ്ടറിലാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് കേട്ടോ എന്നെ ഫോളോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഞാൻ കറിവേപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിനുശേഷം ഞാൻ ഇച്ചിരി വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് കടലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് വാങ്ങി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും ഇല്ലേ ഒരു വർക്കൗട്ട് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊന്നും നോക്കിയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മുടെ ബോഡിക്ക് എപ്പോൾ ഏത് വർക്കൗട്ടാണ് ആവശ്യം എന്നുള്ളത് ഒരു ഡയറ്റീഷ്യന് മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരാകുമ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ അവിടെ വേദന ഉണ്ടോ, ബാക്ക് പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടോ, അങ്ങനെ എല്ലാം തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ നമുക്കൊരു വർക്കൗട്ട് തരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് ഏതൊക്കെ ഫുഡ് തരണം എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ടായിട്ട് നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ചാർട്ടൊക്കെ അവർ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴത്തേനും അത് നമ്മുടെ ബോഡിക്ക് എപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ നമ്മൾ അതും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ ബാക്ക് പെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചുറീസൊക്കെ വരാനുള്ള ചാൻസസ് നല്ല കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കടലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ എന്തെങ്കിലും ദോശ ചുടണം. ദോശ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്സ് സ്റ്റൈൽ മില്ലറ്റും പിന്നെ അതുപോലെ ചെറുപയറും ഉലുവയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചിട്ട്. രാത്രി വെള്ളത്തിലിട്ടു, രാവിലെ അരച്ചു, എന്നിട്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണം. നന്നായിട്ട് വരും കേട്ടോ, നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചട്ടിയിൽ നന്നായിട്ട് സൂപ്പറായിട്ട് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ചട്ടിയിൽ അമ്മ തൊട്ട് മുന്നേ ദോശ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അതാണ് ചട്ടിയുടെ അടിയിലാണ് പിടിച്ചിരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഞാൻ കഴുകില്ല എന്നാലും പറയരുത്. അതിനുശേഷം ഞാനതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഇതായിരുന്നു. ഈ നമ്മൾ കടല, അതായത് നമ്മുടെ ഈ പൾസസൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ എഗ്ഗ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അതായത് മീനും എഗ്ഗൊന്നും, പക്ഷെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ.
എനിക്ക് ഇഷ്ടമാണ് മാത്രമല്ല ഞാൻ രാവിലെ ഒരു എഗ് വൈറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞാനതങ്ങ് അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ലാവിഷായിട്ടിരുന്ന് കഴിക്കണം. അപ്പോൾ സത്യം പറഞ്ഞില്ലേ, നമ്മൾ ഡയറ്റൊക്കെ എടുത്ത് തലേ ദിവസം കുറച്ച് നേരത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്ന് കഴിയുമ്പോൾ രാവിലെ നമ്മൾ ഒരു മോർണിംഗ് ഡ്രിങ്കൊക്കെ കുടിച്ച് നമ്മളൊന്ന് ഫ്രഷായി വന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു നല്ല സുഖം കിട്ടും കേട്ടോ. പിന്നെ രാവിലെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ എടുക്കണം, ഒരു മിഡ് മീൽ പോലെ. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്പളും കൂടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ തൊട്ടടുത്ത് മഞ്ജു ചേച്ചിയുടെ കടയിൽ. അപ്പോൾ അവിടുന്ന് ഞാൻ തൈര് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ചതച്ച് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഐസ് കട്ടയൊക്കെ ഇട്ട് നല്ല തണുത്ത മോര് കുടിക്കുമായിരുന്നു. ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിലുള്ള ഒറ്റ ഗ്ലാസ് ഞാൻ കുടിച്ച് തീർത്തു ഗൈസ്. പക്ഷേ ആ തണുത്ത മോര് നല്ല എരിവിലൊക്കെ കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിനിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചില്ലായിരുന്നു, മറന്നുപോയി. അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഇതുപോലെ ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ളൊരു മടി കാരണം ഞാൻ പാക്കറ്റ് മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്തു. അതിന് ശേഷം മീൻകറി, ഒരു കഷ്ണം മീനും കൂട്ടി, മീൻകറിയും ഉച്ചയ്ക്ക് വെച്ച തോരനുണ്ടായിരുന്നു, തോരനും പിന്നെ രാവിലത്തെ കടല ഇരിപ്പുണ്ടായിരുന്നു. അതുമായിരുന്നു ഇന്നത്തെ ഉച്ചത്തെ എൻ്റെ ഒരു ഫുഡ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മണിയോടുകൂടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു 4:30 ആകുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും സ്നാക്സ് എടുക്കണം. എൻ്റെ നട്ട്സും ഡേറ്റ്സും ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ഓട്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചിന്നുവൊക്കെ ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു 2 കഷ്ണം ചിക്കനും ചപ്പാത്തി ഉണ്ടല്ലോ, അപ്പോൾ ചപ്പാത്തിയും കൂടെ എടുത്തിട്ട് ചിക്കനും ചപ്പാത്തിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കനും ചപ്പാത്തിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിന്നോക്കയുടെ റോസ്റ്റ് നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്നതിന് ഒരു ഇച്ചിരി എടുത്ത് വെക്കുന്നത് ഉണ്ടാക്കുള്ളൂ. അത് കാരണം ഒത്തിരി നമുക്കങ്ങനെ കഴിക്കാൻ ഉണ്ടാവാറില്ല, ഇച്ചിരി ഉണ്ടാവാറുള്ളൂ. ഇനി വാങ്ങിക്കുമ്പോൾ തോനെ മേടിച്ച് ഇതുപോലെ ഉണ്ടാക്കണം. ഞാനല്ല, അക്ക കേട്ടോ. കാര്യം അക്കയ്ക്ക് ഇതിൽ നല്ല രസം അക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ അതുപോലെയല്ല ഗൈസ്, ആ മാറ്റുന്നത് എൻ്റെ ബേബി ഹെയർസ് ആണ്. ഇത് എത്ര മാറ്റിയാലും അവിടെ നിൽക്കത്തില്ല. ഇത് തിരിച്ചിങ്ങോട്ട് വരും കണ്ടോ. ഞാൻ രാവിലെ നീച്ചാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ 2 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒരു ദിവസം കുടിക്കാറുള്ളത്. അതിലിതാ ആ 2 ലിറ്റർ ഞാൻ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാനത് ഫിനിഷ് ചെയ്യും. ചില ദിവസം 2.5 ലിറ്ററൊക്കെ പോവും. അതിൻ്റെ മുകളിലേക്ക് പോകാറില്ല കേട്ടോ. കാര്യം എനിക്ക് അതിൻ്റെ മുകളിലേക്ക് കുടിക്കാൻ പറ്റാറില്ല. അതും വളരെ റെയറായിട്ടാണ് പറ്റാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ 2 ലിറ്റർ എങ്ങനെയാണെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അത് ഈ ഒരു ഡയറ്റുള്ള ടൈമിൽ മാത്രമേ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് 2 ലിറ്റർ ഒന്നും പോകാറില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബ്രഷ് ചെയ്യലും കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്ത് ഞാൻ ഡ്രസ്സൊക്കെ മാറി കിടക്കാൻ വേണ്ടിയിട്ടോ. നമ്മൾ മെയിനായിട്ട് ഈ രാത്രിത്തെ ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയാൽ പിന്നെ നമ്മൾ ഓക്കെ ആയി. പിന്നെ നമ്മളൊന്നും തിന്നൂല കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ശരി ഗൈസ്, ബൈ.